സംസ്ഥാനത്ത് രണ്ട് തരത്തിലുള്ള ചൂടാണ് ഇപ്പോൾ. ഒന്ന് തെരഞ്ഞെടുപ്പിന്റെ ചൂട്, മറ്റൊന്ന് അന്തരീക്ഷത്തിൽ ചൂട്. രണ്ടും അതിന്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ അന്തരീക്ഷത്തിലെ ചൂടിനെ മറികടക്കുന്ന തെരഞ്ഞെടുപ്പ് ചൂട് പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആവേശകരമായ പ്രചരണം എല്ലായിടങ്ങളിലും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷീജ നമ്മളോടൊപ്പം ചേരുകയാണ്, സ്ഥാനാർത്ഥികളുടെ പ്രചരണ കാഴ്ചകളുമൊക്കെ ആയിട്ട്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ തിരുവനന്തപുരത്തിന്റെ നഗരപ്രദേശത്ത് തന്നെയുണ്ട്. ഞാനിങ്ങനെ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പ്രചരണം വിശേഷങ്ങളൊക്കെ തിരക്കി ഇങ്ങനെ നടന്നപ്പോഴാണ് സ്ഥാനാർത്ഥിയെ തന്നെ നമുക്ക് കണ്ടുകിട്ടിയത്. ഏതായാലും നമുക്കൊപ്പം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വി ജോയ് ചേരുകയാണ്. ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ പ്രചരണത്തിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം, അതിൻ്റെ ഒരു ആവേശം ഇരട്ടിയായിട്ടുണ്ടോ? എങ്ങനെയാണ്? നിലവിൽ തന്നെ വലിയൊരു ആവേശം, എല്ലായിടത്തും ചെല്ലുമ്പോൾ വലിയ സ്വീകരണമൊക്കെ ലഭിക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രവർത്തകരെല്ലാം നല്ല ആവേശത്തിലാണ്. ഇന്നലെ ഞങ്ങൾ ആദിവാസി ഊരുകളിലാണ് ഞങ്ങൾ സന്ദർശനം നടത്തിയത്. അപ്പോൾ ഏതാണ്ട് 20ഓളം ഊരുകളിൽ നമ്മൾ സന്ദർശനം നടത്തി. അവിടെയും ഊരുമൂപ്പന്മാർ, അതുപോലെ അവിടുത്തെ ആളുകൾ എല്ലാം വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞങ്ങളെ സ്വീകരിച്ചത്. അവരുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ ആരും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അവിടെ ചെന്നു വോട്ട് ചോദിച്ചു പോകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്ന വലിയ പരാതി അവർക്കുണ്ട്. ഇന്നലെ അവരുമായിട്ടെല്ലാം ആശയവിനിമയം നടത്തി. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന, ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു രേഖ തയ്യാറാക്കി ഗവൺമെൻറ്റിന് കൈമാറാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പൊതുവേ നമ്മുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം നന്നായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ബൂത്ത് തലത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇന്നെന്താണ് പ്രധാനമായിട്ട് ഇന്ന് പ്രചരണത്തിൽ എവിടെയൊക്കെയാണ്, ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പ്രചരണം? ഇന്ന് ചില വ്യക്തികളെ പ്രധാനമായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിലാണ് ഇന്നിപ്പോൾ ഊന്നൽ നൽകുന്നത്. നാളെ വീണ്ടും അരുവിക്കര, കാട്ടാക്കട മണ്ഡലങ്ങളിലേക്ക് പ്രചരണത്തിന് പോകും. കഴിഞ്ഞ ദിവസം ഒരു ശബ്ദരേഖ പുറത്തു വരികയുണ്ടായി. അതായത് പ്രമുഖ കോൺഗ്രസ് നേതാവ് മോഹനൻ മുണ്ടേലയുടെ ഒരു വോട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓഡിയോയാണ് പുറത്തു വന്നത്. അത് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിൽക്കെ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പ്രവർത്തകരോട് പറയുന്നത്. ഈ രീതിയിലുള്ള വോട്ട് കച്ചവടത്തിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നത്? അത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. സാധാരണ ഒരു ഒളിഞ്ഞും ഒക്കെയാണ് കോൺഗ്രസ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നേരിട്ട് BJPയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുക, വോട്ട് മറിച്ചു കൊടുക്കുക, ഇത്തരം രീതികളെല്ലാം ഇപ്പോൾ അനിൽ ആൻ്റണിയുടെയും പത്മജ വേണുഗോപാലിൻ്റെയും BJPയിലേക്കുള്ള പോയതിന് ശേഷമുള്ള ഒരു പ്രത്യേക സാഹചര്യം കോൺഗ്രസിനകത്ത് ഉണ്ട്. ആരെയും വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഉള്ളത്. കോൺഗ്രസ്സുകാർ പൊതുവേ ഒരു BJP ചായ്വിലേക്ക്, അത് ഒരു വിഭാഗം ആളുകൾ BJP ചായ്വിലേക്ക് പോകുന്നുണ്ട്. അത് മറ്റാളുകൾ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. എന്തായിരുന്നാലും അതൊരു ചെറിയ രഹസ്യമായിട്ടുള്ള ധാരണകൾ ഇവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഏതായാലും LDF തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇത്തരത്തിലുള്ള വോട്ട് കച്ചവടങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയുണ്ടോ? ഈ വോട്ട് കച്ചവടം അവർക്ക് വലിയ നഷ്ടം സംഭവിക്കും. നാട്ടിലെ നിരപേക്ഷ കക്ഷികളെല്ലാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിൽ കോൺഗ്രസിനെ വളരെ പ്രതികൂലമായി ബാധിക്കും. അത് ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവം നടക്കട്ടെ. നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ വീണ്ടും കാണാം. ആ രീതിയിൽ തന്നെയാണ് മനു. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടത് വി ജോയ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയാണ്. ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മോഹനൻ മുണ്ടേലയുടെ ശബ്ദരേഖയൊക്കെ പുറത്തു വന്നത്. അത് നമ്മൾ നൽകിയ കൈരളി ന്യൂസാണ് പുറത്തുവിട്ടത്. അതിനു ശേഷം വലിയ തോതിൽ തന്നെ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകം തന്നെ ഈ കോൺഗ്രസിനകത്ത് പോലും ഇത് പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് കാര്യങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്ത് ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം തിരുവനന്തപുരം മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും പ്രചരണ ചൂട്, ഈ കാലാവസ്ഥയിലെ ചൂട് രണ്ടും കട്ടയ്ക്ക് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് മനു. ഞാനതിങ്ങനെ ഓർക്കുകയായിരുന്നു. കാരണം നമ്മൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ
ആളുകൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് പകലത്തെ ചൂടിനെ കുറിച്ച്, ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു, മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് ചൂടിനെ കുറിച്ചാണ് വലിയ ആവശ്യം. ഞാനിപ്പോൾ ബി ജോയ് സ്ഥാനാർത്ഥിയുമായി ഷീജ സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ആറ്റിങ്ങൽ ഭാഗത്ത് പോയപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെയാണ് മണ്ഡലത്തിലെ പ്രചരണങ്ങളും കാഴ്ചകളും ഒക്കെ. കംപ്ലീറ്റ് ജോയിയാണ്, അടിപൊളിയാണ്. ഒരു ജോയ്ഫുൾ മൊമെന്റ്സ് ആണ് പ്രചരണത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തിൻ്റെ ഒരു ജോയ് അണ്ണൻ ജോയ് അണ്ണനാണല്ലോ എല്ലാവർക്കും. അതെ അതെ, ഇവിടെ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്നത് തന്നെ ജോയ് അണ്ണൻ എന്നുള്ള നിലയിലാണ്. അത് തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം തിരുവനന്തപുരത്താണ് ഈ ഒരു അണ്ണൻ എന്നുള്ളൊരു പ്രയോഗം കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തിരുവനന്തപുരത്തുകാരുടെ പ്രിയപ്പെട്ട ഒരു ജോയ് അണ്ണനാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ സ്ഥാനാർത്ഥി തന്നെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആദിവാസി ഊരുകളിലേക്ക് എത്തുകയുണ്ടായി. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവർ വരവേൽക്കുന്നതായിരുന്നു നമുക്ക് അവിടെ നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഈ പറയുന്ന പോലെ അവരുടെയൊക്കെ ഒരു പ്രശ്നങ്ങൾ അത് കേൾക്കാൻ മാത്രമല്ല അത് പരിഹരിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം കൂടി ഈ ജോയിയെ കണ്ടപ്പോൾ അവർക്കുണ്ടായി എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. കാരണം അത്രത്തോളം സന്തോഷത്തോടെ അവർ വരവേൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നുള്ള കാര്യം. ആ ഒരു വിശ്വാസം അത് തന്നെയാണ് ജനങ്ങൾക്ക് LDF ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് ഇത്രയും ദിവസം പിന്നിടുമ്പോൾ വ്യക്തമാക്കുന്നത്. മനു.